ഈ കഥാപാത്രങ്ങൾ എന്താണ്, നമുക്ക് ആ കഥാപാത്രത്തെ കാണുമ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു കഥാപാത്രം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണ രീതിയാണ് ഈ കഥാപാത്രം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചാരുലത എന്ന് പറയുന്നത് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരൊരു ചാരുലത തന്നെയാണ് എന്നുള്ളത്. ഒരു അവരുടെ ആ ഒരു അതായത് സൗന്ദര്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ ഒരു ലാളിത്യമാണ് എനിക്ക് ആ സിനിമയിലെ ഒരു മുഖ്യ ഒരു ആകർഷകമായിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നിയത് അവരുടെ ഒരു ലാളിത്യം എന്നുള്ള ഇതാണ്. ഈ സിനിമകളില് ഈ സിനിമ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കഥാതന്തുവിനെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമയാണ്. അതിന്റെ ബ്രോക്കൺ നെസ്റ്റ്, അതായത് തകർന്ന കൂട് എന്നുള്ള അർത്ഥത്തിലാണ് ഈ സിനിമ. അതാണ് ഇതിന്റെ അർത്ഥം, അതാണ് കഥ. അപ്പോ കൂട് എന്ന് പറയുന്നത് നമുക്കറിയാം, പക്ഷികൾ കൂടണയാറുണ്ട്. അതുപോലെ തന്നെ കൂട് എന്ന് പറയുന്നത് ഒരു വിഷയത്തെ എടുക്കുന്നതാണ്. എന്താണ് ഒരു കൂട് എന്ന് പറയുന്നത്? ഈ കൂടെന്ന് പറയുന്നത് വളരെ ലോലമായിട്ടുള്ള, എപ്പോ വേണമെങ്കിൽ തകർന്ന് വീഴാവുന്ന, വളരെ ബലഹീനമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ വിരിയുന്നത് ജീവിതങ്ങളാണ്, അല്ലെ? കൂടിന്റെ ഉള്ളിൽ വിരിയുന്നത് ജീവിതങ്ങളാണ്. അതുപോലെയാണ് ആ കുടുംബം എന്ന കൂട് എത്രമാത്രം ലോലമാണെന്നും എത്രമാത്രം കെയർഫുൾ ആയിട്ട്, എത്രമാത്രം ശ്രദ്ധയോടെയാണ് കുടുംബത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതും ഈ സിനിമ ഇന്നും നമുക്കറിയാം. ഇന്നൊക്കെ ധാരാളം ബ്രോക്കൺ ഫാമിലീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ധാരാളം കൂണുകൾ പോലെയാണ്. നമ്മൾ ധാരാളം വിവാഹമോചന കേസുകൾ ധാരാളം കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്നത് 40കൾക്ക് ശേഷമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്മീഡിയറ്റ് ഡൈവേഴ്സുകൾ, വിവാഹമോചനങ്ങൾ വളരെ വളരെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോ ഈ ചാരുലത എന്ന് പറയുന്ന സിനിമയും ഈ ചിത്രവും അത്തരത്തിലുള്ള ഒരുപാട് വൈകാരിക നിമിഷങ്ങളെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ട്രസ്റ്റ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം, പക്ഷെ നമുക്കൊരിക്കലും അലോസരം തരുന്ന ഒരു പ്രണയത്തെ ചാരുലത എടുത്തു കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു ട്രയാങ്കിൾ, അതായത് ത്രികോണ പ്രേമ കഥയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്കതിനെ ത്രികോണ പ്രേമ കഥയിലേക്ക് മാത്രം ഒതുക്കാൻ സാധിക്കില്ല. അമാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വരവോടുകൂടി ചാരുലത എന്ന സ്ത്രീയിൽ സംഭവിക്കുന്ന വൈകാരികമായ മാറ്റങ്ങളെ സിനിമ എടുത്തു കാണിക്കുന്നുണ്ട്. ഭൂപതി എന്ന് പറയുന്ന അവരുടെ ഭർത്താവ്, അദ്ദേഹം വളരെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ട്, അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പത്രമുണ്ട്. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനായിട്ടും അതാണ് തന്റെ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതേ സമയത്ത് ചാരുലത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാകട്ടെ വളരെ സാഹിത്യവാസനയുള്ള, വളരെ മിടുക്കിയായ, അതേ സമയത്ത് വൈകാരികമായിട്ട് വളരെ നേർത്ത, അതായത് സ്ത്രീകൾ പൊതുവെ വൈകാരികമായിട്ട് കുറച്ചും കൂടെ പുരുഷന്മാരെക്കാളും ലോലരാണ് അല്ലെങ്കിൽ ലോലകളാണെന്നൊരു പൊതുവെ ഒരു ഭാഷ്യമുണ്ട്. നമ്മുടെ മലയാള സിനിമാ ഗാനങ്ങളെല്ലാം എഴുതി വെച്ചേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. അതുപോലെ തോന്നിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ചാരുലത. അവരുടെ വൈകാരിക നിമിഷങ്ങളെ ഉൾക്കൊള്ളാനായിട്ടോ അതിൽ പങ്കു നൽകാനായിട്ടോ സാധിക്കാതെ പോകുന്ന ഒരു ഭർത്താവാണ് ഭൂപതി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അവരുടെയും ഇടയിൽ സംഭവിക്കുന്ന, ജീവിതത്തിൽ സംഭവിക്കുന്ന ചില നിമിഷങ്ങളെ അത് സത്യജിത്രയെ വളരെ മനോഹരമായിട്ട് ഒപ്പിയെടുത്തിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ചിത്രത്തില് സംഭാഷണങ്ങളൊക്കെ വളരെ വളരെ മിതത്വമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരുപാട് ബഹളങ്ങളൊന്നുമില്ല. അത് സത്യജിത്രയുടെ സിനിമകളുടെ പ്രത്യേകതയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ സമയത്ത് ഇതിന്റെ ഓരോ സംഭാഷണങ്ങൾക്ക് പുറകിലും ഒഴുകി വരുന്ന ഒരു മൃദുവായിട്ട് ഒരു തരം സംഗീതമുണ്ട്. അത് കേൾക്കാൻ തന്നെ ഒരു സുഖമാണ്. അത് നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടുകൂടി വേണം നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു സിനിമ സൗന്ദര്യം, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് ഈ സിനിമയെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അത്ര മനോഹരമായിട്ടാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിശ്വാസം, ഈ വിശ്വാസത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുമ്പോൾ
സംഭവിക്കാവുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ പേടിക്കുന്ന ഒന്നും തന്നെ അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമ അവസാനിക്കുന്ന ഒരു വിധമുണ്ട്. അതായത് ഈ ഞാനിതിന്റെ ത്രെഡ് കളയുന്നില്ല എങ്കിൽ പോലും ഒരാളുടെ ജീവിതത്തിൽ നിന്നും എന്തുകൊണ്ട് ഒരാള് മറ്റൊരാളിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരാൾ, അതായത് ആരാണോ അതിന് കാരണക്കാരൻ, അയാൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. ആ തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിൽ ഒരാൾക്ക് അത് എങ്ങനെ സ്വീകരിക്കാനാകും, അതെങ്ങനെ ഉൾക്കൊള്ളാനാകും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രമാത്രം ആത്മസംയമനത്തോടെ, എത്രമാത്രം മനോധൈര്യത്തോടെ, അല്ലെങ്കിൽ എത്രമാത്രം പറയാതെ പറയുകയാണ് ഇവിടെ പല കാര്യങ്ങളും. ചാരുലത സ്വയം പറയാതെ ഒരുപാട് കാര്യങ്ങൾ തന്റെ ഭർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവര് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത തിരക്കുകളിൽ അദ്ദേഹത്തിന് പലതും കേൾക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമയം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇന്നും നമ്മൾ ചുറ്റും കാണുന്നതും അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒന്നും തന്നെയല്ല. നമുക്ക് കുടുംബങ്ങളുണ്ട്, നമുക്ക് സമയം തികയാതെ പോകുന്നു. എത്ര സമയം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയെ കേൾക്കാൻ സാധിക്കാതെ പോകുന്നു. പക്ഷെ എപ്പോഴാണോ നമ്മൾക്ക് കേൾക്കണം എന്ന് തോന്നുന്നത്, പലപ്പോഴും നമുക്ക് ആ കേൾക്കേണ്ട സന്ദർഭങ്ങളിൽ കേൾക്കാത്തതിന്റെ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഉൾക്കൊള്ളാനാകുന്ന ഒരു ഉൾക്കാഴ്ചയുള്ള ഭൂപതിയെ നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരാളെ സിനിമയുടെ അന്ത്യത്തിൽ നമുക്ക് കാണാനാകും. അതിൽ അവസാനത്തെ ഒരു വരി പറയുന്നത് കമ്മിൻ എന്ന് പറയുന്നുണ്ട്. ഈ കമ്മിൻ എന്ന് പറയുന്നതോടൊപ്പം ഒരു ദൃശ്യവും കാണിക്കുന്നുണ്ട്. അതിൽ അവരവരുടെ കൈ ഇങ്ങനെ പിടിക്കുന്നതായിട്ടും അയാൾ ഒരു നിമിഷം ആലോചിക്കുന്നതായിട്ടും നിന്നുകൊണ്ട് ഒരു സ്റ്റില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതില് അവിടെ നമ്മളും ഒരു നിമിഷം ആലോചിക്കുകയാണ് എന്താണ് എന്നുള്ളത്. പക്ഷെ അതോടുകൂടിയാണ് നമ്മുടെ ചിത്രം ഇതില് കംപ്ലീറ്റ് ആകുന്നത്. ചിത്രം അതോടുകൂടിയാണ് പൂർണ്ണമാകുന്നത്. അപ്പോ ഈ ചിത്രം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിശ്വാസത്തിന്റെ മാത്രമല്ല. ഇതില് വിശ്വാസം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിന്റെ വിശ്വാസം മാത്രമല്ല. അദ്ദേഹം ബിസിനസ്സിൽ അദ്ദേഹത്തിന് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ബിസിനസ്സിൽ തകർന്നു പോകുന്നതും ഒരു വിശ്വാസത്തെ, അദ്ദേഹത്തിന്റെ സൗഹൃദത്തിലുണ്ടായ വിശ്വാസത്തിൽ സംഭവിച്ച വഞ്ചന മൂലമാണ്. അപ്പോ അതും ഒരു ട്രസ്റ്റ്. എന്തൊക്കെ തരത്തിലുള്ള വിശ്വാസങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. ഒരു പുരുഷന്റെ സ്നേഹമല്ല ഒരിക്കലും ഒരു സ്ത്രീയുടെ സ്നേഹം, അല്ലെങ്കിൽ ഒരു പുരുഷൻ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയല്ല സ്ത്രീ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീ തന്നിലേക്ക് വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന സ്നേഹം. സ്ത്രീ എപ്പോഴും പ്രകടിതമായ സ്നേഹങ്ങളിൽ വിശ്വസിക്കുന്നു. പുരുഷൻ പലപ്പോഴും അതില് ഞാനൊരു ജനറൽ വേയിൽ പറയുന്നതല്ല, അങ്ങനെ ആരും എടുക്കരുത്. പലപ്പോഴും ഈ പുരുഷൻ പ്രകടിത സ്നേഹങ്ങളെ പലപ്പോഴും എനിക്കും പലപ്പോഴും ആ കാര്യം സംശയം തോന്നിയിട്ടുണ്ട്. ഒരു പിശുക്കായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അത് എനിക്ക് സ്നേഹം പ്രകടിതമായി നമ്മൾ പങ്കുവെക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ അഭിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ നഷ്ടം വരുമോ എന്ന് എപ്പോഴും പുരുഷന് ഒരു ആശങ്കയുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഭൂപതി എന്ന് പറയുന്ന ആൾ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ അല്ല. അദ്ദേഹത്തിന്റെ ഭാര്യയിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ടുകൂടി ആയിരിക്കണം അദ്ദേഹത്തിന്റെ ബന്ധുവായ ഈ അമോൽ എന്ന് പറയുന്ന ആളെ സ്വന്തം ഭാര്യ ബോറടിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇത്രയും വലിയൊരു പാലസ് മാതിരത്തെ വീട്ടില് ഒരു തരത്തിലുള്ള എക്സ്പോഷർ ലഭിക്കുന്നില്ല. അവരുടെ സാഹിത്യത്തിൽ അല്ലെങ്കിൽ അവരുടെ മറ്റു കഴിവുകളിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അത് അവരെ കൂടുതൽ പുറത്തേക്ക് അത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലാണ് അമൽ എന്ന് പറയുന്ന ആളെ അദ്ദേഹം ജീവിതത്തിലേക്ക് അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്യുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അവിടെ നിന്നും ഒരു വിശ്വാസ വഞ്ചനയുടെ പ്രശ്നം നേരിടുകയും രണ്ടാമത്തെ വിശ്വാസ വഞ്ചനയായി അദ്ദേഹം ഏതോ ഒരു നിമിഷത്തിൽ അത് കരുതുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെയും അദ്ദേഹം തരണം ചെയ്യുന്നുണ്ട്. സിനിമയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഭാര്യയും ഭർത്താവും ചേർന്ന് എങ്ങനെയാണ് ജീവിതത്തിൽ ബിസിനസ് ആയാലും ജീവിതമായാലും തീരുമാനങ്ങൾ ചർച്ച ചെയ്തെടുക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്ന് അത്രയും പഴയ ഒരു സിനിമയിൽ, അതായത് കാലത്തിന് അപ്പുറം സഞ്ചരിച്ചുകൊണ്ട് ഈ സിനിമ സമ്മതിക്കുകയാണ്. 64 ഈ സിനിമ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ഒരു വിഷയം അന്ന് ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിലും അതേ വിഷയം ചർച്ച ചെയ്യുക എന്ന് പറയുന്നിടത്താണ് സത്യജിത് റേ സിനിമയ്ക്കുള്ള ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്.
പ്രത്യേകിച്ചും ഇതിന്റെ ഓരോ രംഗങ്ങളും നമ്മളെ ഓരോരുത്തരെയും, അതായത് നമുക്ക് ഭാഷ എന്ന് പറയുന്നത് സിനിമ മനസ്സിലാക്കുന്നതിന് ഒരു തടസ്സമേ അല്ല എന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് സബ് ടൈറ്റിൽ ഇല്ലെങ്കിൽ ഈ സിനിമ വളരെ നന്നായിട്ട് മനസ്സിലാവും. അതിന്റെ സബ് ടൈറ്റിലിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം കൃത്യമായിട്ട് പ്രേക്ഷകരോട് സംവദിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ചാരുലത എന്ന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ചാരുലത എന്ന് പറയുന്ന ചിത്രം എല്ലാവരും എൻജോയ് ചെയ്യുക. കൂടുതൽ ഞാൻ ഇതിന്റെ ഒരു ത്രെഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു രസച്ചരട് പൊട്ടിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദൃശ്യവിരുന്നാകട്ടെ ചാരുലത എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ചാരുലതയിൽ അമോൽ കടന്നു വരുന്നത് ഒരു മഴയും കാറ്റും നിറഞ്ഞ ഒരു ദിവസത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അത് നല്ലൊരു കാഴ്ചയാണ്. ഇവരുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോഴും ഒരു മഴയും കാറ്റും അവിടെ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം ഏതെല്ലാം തരത്തിലാണ് ജീവിതം പരിവർത്തനം ചെയ്യപ്പെടുന്നതെന്നും ചാരുലതയുടെ ജീവിതത്തില് എന്തെല്ലാം തരത്തിലാണ് അമൂല് ഭൂപതിയും സ്വാധീനിക്കുന്നതെന്നും നിങ്ങൾ തന്നെ തിരിച്ചറിയുക. എന്തൊക്കെയായാലും സത്യജിത് റേ എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു സംവിധായകന്റെ ഇന്ത്യ മുഴുവനും അല്ല ലോകം മുഴുവനും നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ പേരെത്തിച്ച ഒരു വലിയ സംവിധായകന്റെ ചിത്രത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൂടാതെ കണ്ണൻ നായർ സാംസ്കാരിക കേന്ദ്രത്തില് ഈ നിറഞ്ഞ സദസ്സിനെ കാണുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. ഇന്നും ഇതിനെയൊക്കെ ആളുകൾ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വിലയേറിയ നിമിഷങ്ങളാണ് നിങ്ങളിവിടെ ഇതിനൊക്കെ ആയിട്ട് ചെലവഴിക്കുന്നത്. ഇതിന് ഒരു നല്ല കലയോടും സാഹിത്യത്തോടും നല്ലൊരു അഭിരുചിയോ അല്ലെങ്കിൽ അതിനോടൊരു എന്തെങ്കിലും ഒരു താല്പര്യമോ ഇല്ലാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സമയമൊന്നും കളഞ്ഞ് ഇവിടെ ഒന്നും വന്നിരിക്കില്ല. അപ്പോൾ അതിലും എനിക്ക് വളരെ സന്തോഷം. എനിക്കിവിടെ സംസാരിക്കാൻ എന്നെ ക്ഷണിച്ച നിങ്ങളോടും അതുപോലെ മെട്രോ ഫിലിം സൊസൈറ്റിയോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ചാരുലത ആസ്വദിക്കുക.